നീ പോയി ഏലീശായോടൊന്ന് ചോദിക്കാമോ എൻ്റെ രോഗം മാറുമോ എന്ന്. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യം, രോഗം വരുമ്പോൾ മാറുമോ. അസായേൽ എന്ന് പറഞ്ഞ ആ മനുഷ്യൻ ചെന്ന് ഏലിയാവിൻ്റെ അടുത്തോട്ട് നിന്നിട്ട് പറഞ്ഞു, യജമാനന് അസുഖമാകട്ടോ, നിന്റെ അടുത്ത് വന്ന് ചോദിക്കാൻ പറഞ്ഞു രോഗം മാറുമോ എന്ന്. ഏലിയാവ് അവനെ, അസായേലിനെ ഒന്ന് നോക്കിയിട്ട് പറഞ്ഞു, യജമാനന്റെ രോഗം മാറും, പക്ഷെ അവൻ മരിച്ചു പോകും. അതെന്തൊരു ഒരു ഡോക്ടർ പറയാ, ഇത് മാറും കേട്ടോ, പക്ഷെ മരിക്കും എന്ന് പറയുന്നത് പോലെ ഏലീശ പ്രവാചകൻ പറഞ്ഞു, അവന്റെ രോഗം എന്ത് ചെയ്യും, മാറും, പക്ഷെ എന്ത് ചെയ്യും, മരിക്കും. എന്നിട്ട് ഈ ഹസായേലിനെ ഈ പ്രവാചകൻ ഇങ്ങനെ കണ്ണു മാറ്റാതെ നോക്കി. അപ്പൊ പ്രവാചകൻ ഈ ഹസായേൽ ചോദിച്ചു, നീ എന്നെ ഇങ്ങനെ നോക്കുന്ന എന്തിനാ? പറയാ, നിമിത്തം ഇസ്രായേലിന് വരാൻ പോകുന്ന ദോഷം കണ്ടിട്ട് എനിക്ക് കരച്ചിൽ വരിക. നിന്റെ ആരാധനയ്ക്ക് വന്നുള്ള ഇരിപ്പും നിന്റെ ആ മുഖഭാവവും നിന്റെ ആ പ്ലാനും നിന്റെ ആ പദ്ധതിയും ഒക്കെ കണ്ടുമോ ഞങ്ങൾ കരയാതെ എന്തുവാ ചെയ്യണ്ടേ? നീ ഈ നിലയിൽ പോയ എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് ഞങ്ങൾക്കറിയാം. നീ ഇസ്രായേലിന് വരുത്താൻ പോകുന്ന ദോഷം, നീ ചെറുപ്പക്കാരെ വാളുകൊണ്ട് കൊല്ലും, നീ കുഞ്ഞുങ്ങളെ കാലെ പിടിച്ച് നിലത്തടിക്കും, നീ ഗർഭിണികളെ പിളർത്തിക്കളയും, നീ അവരുടെ ഗോപുരങ്ങളെല്ലാം കത്തിച്ച് നശിപ്പിക്കും, നീ രാജാവാകും. ഇത് ഭാവിയിൽ സംഭവിപ്പാൻ പോകുന്ന ചിലത് കണ്ടിട്ട് കരയുക. ചിലതിൻ്റെ പോക്ക് കാണുമ്പോൾ നമുക്ക് സന്തോഷമല്ല സംഭവിക്കുന്നത്. ചിലരുടെ രീതികൾ കാണുമ്പോൾ നമുക്കറിയാം, തിരുവെഴുത്ത് വെച്ച് നോക്കുമ്പോൾ ഇതിങ്ങനെ പോയാൽ എവിടെ ചെല്ലും. എന്താ സംഭവിച്ചെന്നറിയാമോ? അവൻ തിരിച്ചു വീട്ടിൽ ചെന്ന് ആരാം രാജാവായ ബെൻഹദദിനോട് പറഞ്ഞു, പ്രവാചകൻ പറഞ്ഞു, നീ സൗഖ്യമാക്കും, യു വിൽ ഹീൽ, പക്ഷേ നീ മരിച്ചു പോകുന്നു പറഞ്ഞു. ഇവൻ എന്താ ചെയ്തെന്നറിയാമോ? ഇവൻ ഒരു കമ്പിളി എടുത്ത് വെള്ളത്തിൽ മുക്കി നനച്ചേച്ച് ബെൻഹദദിന്റെ മുഖത്തിട്ട് അവനെ കൊന്നുകളഞ്ഞു. എന്നിട്ട് അവൻ രാജാവായി. ഇത് പ്രവാചകൻ നേരെ കാണുകയാണ്. യേശു കരയുന്ന എന്തിനാണെന്നറിയാമോ? ഈ നോക്കൂ ഗുരു, ഈ ആലയം എത്ര മനോഹരമെന്ന് പറഞ്ഞ നിങ്ങളുടെ ഈ ആലയം ഉണ്ടല്ലോ, ചില നാളുകളൂടെ കഴിയുമ്പോൾ തീത്തോസ് എന്ന ചക്രവർത്തി, ജാതീയ ചക്രവർത്തി, തന്റെ പട്ടാളങ്ങളുമായി ഇതിനകത്ത് വരും. ഈ ആലയം നശിപ്പിക്കും, ഇത് ചുട്ടരിക്കും, ഇതിനെ കല്ലിന്മേൽ കല്ല് ശേഷിപ്പിക്കാതെ ഇത് തകരും.